നമസ്കാരം. 91 ന്യൂസ്. കേരള കായിക രംഗത്തിന് വലിയ നാണക്കേടായി ഒരു കായിക മാഫിയ ഉണ്ടായിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ പണം നൽകിയും വാഗ്ദാനങ്ങൾ കൊടുത്തും കായിക താരങ്ങളെ പ്രായത്തട്ടിപ്പ് നടത്തിയും ഉത്തേജക മരുന്നുകൾ നൽകിയുമൊക്കെ അപകടകരമായ രീതിയിൽ കായിക രംഗത്തിന് കളങ്കമായി ഈ റാക്കറ്റ് പ്രവർത്തിക്കുന്നത് നിയമങ്ങളും നിബന്ധനകളും കാറ്റിൽ പറത്തിയാണ്. എങ്ങനെയും ചാമ്പ്യൻ പട്ടം നേടണമെന്ന അതിമോഹത്തിൽ ചിറകറ്റ് വീണുപോകുന്നത് ശരിയായ രീതിയിൽ പരിശീലനം നേടി വ്യാജരേഖകൾ ചമയ്ക്കാത്ത പാവം കായിക താരങ്ങളുടെ ഭാവി സ്വപ്നങ്ങളാണ്. പ്രായക്കൂടുതലുള്ള ഇതര സംസ്ഥാന താരങ്ങളെ വ്യാജരേഖകൾ ഉണ്ടാക്കി ഇറക്കുമതി ചെയ്യാൻ കേരളത്തിൽ ധാരാളം ഏജന്റുമാർ പ്രവർത്തിക്കുന്നു എന്നത് കായിക രംഗത്തിന് തന്നെ വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതൊക്കെ ഇനങ്ങൾക്കാണ് താരങ്ങളെ ആവശ്യമുള്ളതെന്ന് കണ്ടെത്തി പട്ടിക തയ്യാറാക്കി കേരളത്തിൻ്റെയും ഉത്തരേന്ത്യയിലെയും പരിശീലകരെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഈ കായിക മാഫിയയുടെ ആദ്യ പ്രവർത്തനം. അന്യസംസ്ഥാന താരങ്ങൾ പരിശീലനകാലം ഉൾപ്പെടെ 3 മാസത്തേക്ക് മാത്രമാണ് കേരളത്തിൽ എത്തുന്നത്. ഇങ്ങനെ എത്തുന്ന താരങ്ങളുടെ ആധാർ കാർഡ്, ജനന സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ വ്യാജമായി നിർമ്മിച്ചാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഇവർ അഡ്മിഷൻ തരപ്പെടുത്തുന്നത്. ഉപജില്ലാ കായികമേള മുതൽ ഈ മറുനാടൻ താരങ്ങൾ മത്സരിച്ചു തുടങ്ങുന്നു. ഈ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ് ഇവർ കേരള സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എന്ന് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. മെഡൽ നേടി ഡീൽ പൂർത്തിയായാൽ പറഞ്ഞുറപ്പിച്ച തുകയും കൈപ്പറ്റി ഏജന്റുമാരുടെ വിഹിതവും നൽകി ഇക്കൂട്ടർ അപ്രത്യക്ഷരാകും. 2022 സംസ്ഥാന കായികമേളയിൽ പാലക്കാടിന് വേണ്ടി മത്സരിച്ച മണിപ്പൂർ സ്വദേശിനിയുടെ പ്രായപരിധിയിലെ രേഖകൾ കൃത്രിമം ആണെന്ന് തെളിഞ്ഞിരുന്നു. ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് 2025 ആയപ്പോൾ അർഹരായ കായിക താരങ്ങൾ പലരും തോറ്റു പിന്മാറേണ്ടി വന്ന ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. മറ്റൊരു വലിയ അപകടമാണ് കായികമേളകളിൽ ഉപയോഗിക്കുന്ന ഉത്തേജക മരുന്നുകൾ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് യാതൊരു സംവിധാനങ്ങളുമില്ല എന്നത് വലിയ ഭീതിയാണ്. ഇതിനായി ഭാരിച്ച ചെലവ് വരുമെന്ന പരിഹാസ്യമായ കാരണമാണ് അധികാരികൾ പറയുന്നത്. 19 വയസ്സിൽ താഴെയുള്ള താരങ്ങൾക്ക് മാത്രം മത്സരിക്കുവാനുള്ള സ്കൂൾ കായികമേളയിൽ 22, 25, 28 വയസ്സായവർ ഉത്തേജക മരുന്നുകൾ ഉപയോഗിച്ച് മത്സരിച്ച് യഥാർത്ഥ കായിക താരങ്ങളെ ചതിയിലൂടെ പരാജയപ്പെടുത്തി നേടുന്ന നാണം കെട്ട വിജയം നമ്മുടെ കായിക മേളകൾക്ക് എന്തൊരു അപമാനവും അപകടവുമാണ്. ചാമ്പ്യൻ പട്ടം നേടാനുള്ള ഈ ചതി പോരാട്ടത്തിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ പ്രായത്തട്ടിപ്പ്. ഏത് നെറുകേടിലൂടെയും കപ്പ് നേടുക എന്നതിനപ്പുറം ഓരോ താരത്തെയും ഭാവിയിൽ രാജ്യത്തിന്റെ മെഡൽ നേടുന്ന അത്ലറ്റായി വളർത്തിയെടുക്കുവാനുള്ള ദൗത്യമാണ് പരിശീലകർക്ക് ഉണ്ടാകേണ്ടത്. കഠിനാധ്വാനത്തിന്റെ ട്രാക്കിലൂടെ സുവർണ നേട്ടങ്ങളിലേക്ക് ഓടിക്കയറി വിസ്മയം സൃഷ്ടിക്കുവാൻ തുടർ കായിക മേളകളിലെങ്കിലും നമ്മുടെ താരങ്ങൾക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.